അവസാനം പഴിച്ചു പോയല്ലോ. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം അദ്ദാസ് തിരിച്ചു വന്ന ഉടനെ തന്നെ ആ യജമാനന്മാർ അവർ കോപത്തോടു കൂടെ ചോദിച്ചു, വൈഹക് യാ ഹദ്ദാസ്, ഹദ്ദാസ് നിനക്ക് നാശം, നീ എന്താണ് അവിടെ പോയി കാണിച്ചത്? നിന്നെ ഏൽപ്പിച്ച പണി നിനക്ക് ചെയ്തു പോന്നാ പോരാ, മുന്തിരി കൊടുത്ത് പോന്നാ പോരാ, നീ എന്തിനാണ് അദ്ദേഹത്തിന്റെ നെറ്റിയിലും കാൽപാദങ്ങളിലെല്ലാം ചുംബിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദാസ് പറഞ്ഞു, ഓ യജമാനന്മാരെ, നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഭൂമിയിൽ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ഒരു മനുഷ്യനില്ല. കാരണം ഒരു പ്രവാചകന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി, അവർ കരുതിയതുപോലെ തന്നെ അദ്ദേഹം പഴച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, അദ്ദാസ് നീ പഴച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞുതരാം, നീ പിന്തുടരുന്ന നിന്റെ മതം ക്രിസ്തു മതം, അതാണ് ഏറ്റവും നല്ല മതം, അത് നീ വെറുതെ ഉപേക്ഷിക്കേണ്ടതില്ല. മുഹമ്മദ് ജാലബിത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ പലതും അവർ അദ്ദാസിനോട് പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഉപദേശമൊന്നും അദ്ദാസ് സ്വീകരിച്ചില്ല. കാരണം അത്രയേറെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്നുള്ള. പിന്നീട് നമ്മൾ അദ്ദാസിന്റെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദാസിനെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഈ യജമാന ഉത്ബയും ഷെയ്ബയും അദ്ദേഹത്തെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഖുറൈശികൾ ആ സന്ദർഭത്തിൽ പലരെയും നിർബന്ധപൂർവ്വമാണ് ബദർ യുദ്ധത്തിന് കൊണ്ടുവന്നത്. അദ്ദേഹം യജമാനന്മാരുടെ ആ ക്ഷണം നിരസിച്ചു എന്നുള്ള. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് അന്ന് ഞാൻ കണ്ട ആ മനുഷ്യനുമായിട്ടാണെങ്കിൽ ഇവിടെയുള്ള പർവ്വതങ്ങൾക്ക് പോലും അദ്ദേഹത്തെ ഒരു ഉപദ്രവം അദ്ദേഹത്തിന് ഏർപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹവുമായിട്ട് പോരടിക്കാൻ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം യജമാന്മാരുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് അവിടെ നിന്നു. പക്ഷേ നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ ഈ ഉത്ബയും ഷെയ്ബയും അവർ ബദർ യുദ്ധത്തിൽ അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇതാണ് അദ്ദാസുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട കഥ. അതിമനോഹരമായിട്ട് ഈ ഒരു കഥ നമ്മൾ ഇനിയുള്ള മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചില മനോഹരമായിട്ടുള്ള ചില പാഠങ്ങൾ ഈ ഒരു സംഭവം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം എത്തിക്കുകയാണ്. ആദ്യം ശാരീരികമായിട്ടുള്ള ക്ഷീണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റാനുള്ള, ആ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം ശത്രുവിന്റെ കരങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. ശേഷം അദ്ദാസ് അവിടെ വരുന്ന അദ്ദാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദാസ് ഉണർത്തുന്നത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ്. അതിമനോഹരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രവാചകന്മാർക്ക് തങ്ങളുടെ കഠിനമായിട്ടുള്ള പ്രതിസന്ധി വേളകളിലെല്ലാം മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്ക കാലഘട്ടത്തിലാണ് മുൻകാല പ്രവാചകന്മാരുടെ ഒരുവിധം ചരിത്രം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ആ ഒരു നിർണായക വേളയിൽ അദ്ദാസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്മരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിപ്പിക്കുകയാണ്. കാരണം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോയ അതേ സാഹചര്യത്തിലൂടെയാണ് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം സമുദായം അവിശ്വാസം നിമിത്തം അല്ലെങ്കിൽ ആ സ്വന്തം സമുദായത്തിന്റെ